ശ്രീ സുരേഷ് കുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോൾ വലിയ അഴിമതി ആരോപണമൊക്കെ ഉന്നയിക്കുകയാണ്. നിങ്ങൾ നടത്താൻ നിശ്ചയിച്ച കൊണ്ടുവന്ന ഇതിൻ്റെ യഥാർത്ഥ മാതാവോ പിതാവോ ആരാണ് ഈ പദ്ധതിയുടേതെന്ന് ചോദിച്ചാൽ അത് CPM ആണ്, LDF സർക്കാരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ ഒരു കാര്യം UDF സർക്കാർ നടപ്പിലാക്കുമ്പോൾ അതിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ്? രേണുക, എനിക്ക് അല്പം വിശദമായി തന്നെ മറുപടി പറയാനുള്ള സമയം അനുവദിക്കണം. ഒന്ന്, നിങ്ങൾ നടത്താൻ ഉദ്ദേശിച്ച അല്ലെങ്കിൽ കൊണ്ടുവന്ന ഒരു പദ്ധതി എന്ന് പൂർത്തിയായി അങ്ങനെ പറയാൻ വേണ്ടി രേണുക തയ്യാറാകരുത്. കാരണം ഞങ്ങൾ നടപ്പിലാക്കാൻ കൊണ്ടുവന്ന പദ്ധതി ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബെക്കാഡി കമ്പനിക്ക് കേരളത്തിന്റെ യുവതയെ തീറെഴുതി കൊടുക്കുന്ന ഒരു പദ്ധതിയല്ല ഞങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുള്ളത്. അത് വളരെ സവിസ്തരമായി കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി, അന്നത്തെ എക്സൈസ് വകുപ്പ് മന്ത്രിയായിട്ടുള്ള ശ്രീ MB രാജേഷ്, ഇന്നിപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്തടക്കം കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് ആവർത്തിച്ച് ചർച്ചയ്ക്ക് എരിവും പുളവും പകരുന്നതിന് വേണ്ടി അങ്ങനെ ഇത് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതി ശരിയല്ല. ഇവിടെ വാഴ്ത്തുപാട്ടുകാരുടെ വലിയ ഗാനം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. സത്യത്തിൽ എനിക്ക് സഹതാപം തോന്നുകയാണ്. ശ്രീ ജോർജ് പടിപ്പാറ സാറിന്റെ ഒക്കെ സർക്കാർ യൂട്ടേൺ അടിച്ചോട്ടെ, സർക്കാർ യൂട്ടേൺ അടിക്കാനൊക്കെയുള്ള അവകാശം സർക്കാരിനുണ്ട്. പക്ഷെ ഇദ്ദേഹത്തെ പോലുള്ള നിലപാടുള്ള മാധ്യമ പ്രവർത്തകർ എന്ന് ഞങ്ങൾ പരക്കെ വിശ്വസിച്ചിരുന്ന ആളുകൾ ഇങ്ങനെ യൂട്ടേൺ അടിച്ച് കിടന്ന് മെഴുകുന്നത് കാണുമ്പോൾ സത്യത്തിൽ സഹതാപം തോന്നുകയാണ് കേരളത്തിന് എന്നുള്ളത് ഞാൻ ഈ ചർച്ചയിൽ അദ്ദേഹത്തെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ മദ്യ നയത്തിന്റെ കാര്യത്തിലായിരുന്നാലും ശരി, കേരളത്തിന്റെ ടാക്സ് കേരളത്തിന് കിട്ടേണ്ടുന്ന സമ്പത്തിന്റെ കാര്യത്തിലായിരുന്നാലും ശരി, ജനങ്ങളെയും അവരെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളെയും വഞ്ചിക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ പിണറായിയുടെ നയം നടപ്പിലാക്കാനുള്ള ശ്രമം മാത്രമാണ് ശ്രീ VD സതീശൻ ശ്രമിച്ചിട്ടുള്ളതെന്നാണ് ശ്രീ ജോർജ് പടിപ്പാറ സാർ പറഞ്ഞത്. ആ നയം നടപ്പിലാക്കാനാണോ നിങ്ങളെ കേരളത്തിലെ ജനങ്ങൾ അധികാരത്തിലെത്തിച്ചത്? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ നയം ശരിയായിരുന്നു എന്നന്ന് പറയണ്ടേ? അതായിരുന്നു ശരി എന്ന് നിങ്ങൾ ഇന്നെങ്കിലും പറയണ്ടേ? പറഞ്ഞ് ജനങ്ങളോട് മാപ്പ് കേൾക്കട്ടെ. പിണറായി മുന്നോട്ട് വെച്ച, ഇടതുപക്ഷം മുന്നോട്ട് വെച്ച നയങ്ങൾ കേരളത്തിൽ ശരിയായിരുന്നു എന്ന് നിങ്ങൾ ഈ പ്രേക്ഷക സമൂഹത്തോടെങ്കിലും, ന്യൂസ് 80യുടെ പ്രേക്ഷക സമൂഹത്തോടെങ്കിലും മാപ്പ് പറയാൻ നിങ്ങൾ തയ്യാറാകണം എന്നാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു അഴിമതി ആരോപണം ഉന്നയിക്കപ്പെടുമ്പോൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ ഉന്നയിച്ച അഴിമതി ആരോപണത്തിന് വസ്തുനിഷ്ഠമായ മറുപടി പറയാൻ ഒരു കോൺഗ്രസിന്റെ നേതാവും തയ്യാറായിട്ടില്ല. അതിനകത്ത് എന്താ പ്രശ്നം? 50% ടാക്സ് കുറച്ചു കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഏകദേശ കണക്കെന്ന് പറയുന്നത് 600-800 കോടി രൂപയുടെ കച്ചവട ടാക്സ് ഈ ബെക്കാഡി കമ്പനി ഇങ്ങനെ കച്ചവടം നമ്മൾ അടക്കേണ്ടി വരും. ആ ടാക്സ് 50% കുറയ്ക്കുമ്പോൾ ഏകദേശം 300-400 കോടിക്കിടയിലുള്ള തുക കേരളത്തിന്റെ ടാക്സ് റവന്യൂവിനും, അതെ, 300 കോടിയോളം രൂപയുടെ കുറവ് പ്രാഥമിക കണക്കെടുപ്പിൽ തന്നെ വരുമെന്നാണ് പറയുന്നത്. അങ്ങനെ വന്നാൽ ഇത് ആരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നതെന്നതിനെ സംബന്ധിച്ചുള്ള സംശയം ചോദിക്കുമ്പോൾ, അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് മറുപടി പറയുന്ന ഈ ജിൻഡോ ജോണിനെ പോലുള്ള ആളുകളുടെ മറുപടി ഉണ്ടല്ലോ, അതങ്ങ് അവസാനിപ്പിക്കണം. എന്നിട്ട് അന്ന് ഞങ്ങൾക്ക് 36 ബാറേ ഉണ്ടായിരുന്നുള്ളൂ. ആ ബാറിന്റെ കഥയൊക്കെ ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാവുന്നേ. എന്തുകൊണ്ടാണ് നിങ്ങൾ ബാർ ലൈസൻസ് പുതുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ അന്ന് നയം സ്വീകരിച്ചത്? അന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തമ്മിലുള്ള കൈക്കൂലി പണത്തെ ചൊല്ലിയുള്ള കടിപിടി കൂടുതലായിരുന്നു കേരളത്തിൽ. അതുകൊണ്ടാണ് കേരളത്തിൽ ബാറുകൾക്ക് താൽക്കാലികമായി ഷട്ടർ വീണത്. അത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? പിന്നീട് വന്ന സർക്കാർ താൽക്കാലികമായി അടച്ചിട്ട ബാറുകൾ തുറന്നു കൊടുത്തു എന്നുള്ളത് ശരിയാണ്. മുക്കിനും മൂലയിലും ബിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ ആരംഭിച്ച് കേരളത്തിൽ മദ്യം ഒഴുക്കിയതിന്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണെന്നേ. അത് ചാരായം നിരോധിച്ചത് ലഗാനുമില്ലാതെ, മുൻകരുതലില്ലാതെ ചാരായം നിരോധിച്ചത് മുതൽ ഇവിടെ സിന്തറ്റിക് ലഹരി അടക്കം ഒഴുകുന്ന നിലയിലേക്ക്, കേരളത്തെ ഈ പറയുന്ന നിലയിലേക്ക് കൊണ്ടുപോകുന്നതിൽ കേരളത്തിലെ കോൺഗ്രസിനകത്തെ ഉൾപാർട്ടി കലാപങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ആ പങ്ക് മറച്ചു വെച്ചുകൊണ്ട് ജിൻഡോ ജോണിനെ പോലുള്ള ആളുകൾ ഇടതുപക്ഷത്തിന്റെ നയമാണ്, ഇത് ഇടതുപക്ഷത്തിന്റെ സന്തതിയാണ്, ഇത് ഇടതുപക്ഷത്തിന്റെ ഉൽപ്പന്നമാണെന്ന് എത്ര ആവർത്തിച്ച് പറഞ്ഞാലും അത് ജനങ്ങൾക്കിടയിൽ ഇനി വിലപ്പോവില്ല. കാരണം എന്തറിയാമോ? ആ നയം തെറ്റാണ് എന്ന് കേരളത്തിലെ മാധ്യമങ്ങളെ നോക്കി 1000 തവണ പറഞ്ഞവരാണ് നിങ്ങൾ, നിങ്ങളുടെ നേതാക്കന്മാർ. നിങ്ങൾ മാധ്യമങ്ങൾക്കകത്ത് വന്ന്, ഇതുപോലെ വാർത്താ ചാനലുകൾക്കകത്ത് വന്ന്, ചർച്ചകൾക്കകത്ത് നിങ്ങൾ 1000 തവണ ഞങ്ങളെ വിമർശിച്ചവരാണ്. എന്നിട്ട് നിങ്ങൾ പിണറായിയുടെ നയത്തെ, ഇടതുപക്ഷത്തിന്റെ നയത്തെ
വെള്ളിത്തളികയിൽ താളത്തിലെടുത്ത് 1 മാസം തികയുന്നതിന് മുമ്പേ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുമ്പോൾ നിങ്ങൾക്ക് നാണം തോന്നുന്നില്ല, ലജ്ജ തോന്നുന്നില്ല ഇതിനെ ന്യായീകരിക്കാൻ? എന്നിട്ട് പരസ്യമായി ഇതിനെ തെറ്റെന്ന് പറയുക, ഇപ്പുറത്ത് വന്നിരുന്ന് ചാനലിൽ വന്നിരുന്ന് ന്യായീകരിക്കുക. ഈ ഇരട്ടത്താപ്പെങ്കിലും കോൺഗ്രസിന്റെ പ്രതിനിധി അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്നാണ് എനിക്ക് ഇതിനോട് പറയാനുള്ളത്. ഇവിടുത്തെ പ്രശ്നം എന്താ? ലോ സ്ട്രെങ്ത് ആൽക്കഹോൾ, അതുപോലെ തന്നെ ഹോർട്ടി വൈൻ, ഹോർട്ടി ലിക്കർ, ഈ രൂപത്തിൽ കേരളത്തിൽ ഒരു ഘട്ടത്തിൽ കർഷകരെ അടക്കം സഹായിക്കുന്നതിന് വേണ്ടി വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഒരു ഡിസ്കഷൻ നടന്നു. എവിടെയെങ്കിലും ഒരു തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടുണ്ടോ? 2013 ഈ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ അധികാരം ഏറ്റെടുത്ത് 1 മാസം തികയുന്നതിന് മുമ്പേ ജഡ്ജിന്റെ വേഗത്തിൽ ആ ഫയല് പുട്ടപ്പ് ചെയ്ത് തീരുമാനമാക്കിയിരിക്കുകയാണ്. ജനങ്ങൾ ഇതറിയണം. തീരുമാനമാക്കിയതിന് ശേഷം വന്നു കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ്. കോൺഗ്രസിന്റെ പ്രതിനിധി ഉരുണ്ട് കളിക്കട്ടെ, കുഴപ്പമില്ല. അങ്ങേപോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇത്തരത്തിൽ തരം താഴാൻ പാടുണ്ടോ? ഇത് പിണറായി കൊണ്ടുവന്ന നയമാണ്, അതാണ് ഏറ്റെടുക്കുന്നത്, ശ്രീ വി ഡി സതീശൻ ഏറ്റെടുക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾ പിണറായിയോട് മാപ്പ് പറയണമെന്നേ. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യണ്ടേ? അതല്ലേ ഒരു സാമാന്യ മര്യാദ? അത് ചെയ്യാതെ നിങ്ങൾ എന്തിനാണ് ഈ രൂപത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇതിനകത്ത് ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കറിന്റെ ഏറ്റവും ഉയർന്ന കച്ചവട നിരക്ക് ഉണ്ടായിട്ടുള്ളത് UDF-ന്റെ കാലത്താണ്. അവിടെ ബാർ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്നുള്ള പ്രശ്നം. ബാർ പൂട്ടപ്പെട്ടത് നിങ്ങളുടെ KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും അന്നത്തെ മുഖ്യമന്ത്രിയും തമ്മിലുണ്ടായിരുന്ന ഈ പണത്തെ ചൊല്ലിയുള്ള, കൈക്കൂലി പണത്തെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് മറച്ചു വെച്ചിട്ട് ഞങ്ങളുടെ കാലത്ത് ഇത്ര ബാറേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, നിങ്ങളുടെ കാലത്താണ് ഇത്രയും ബാറ് കൂടിയത്. VM സുധീരൻ അന്ന് പറഞ്ഞ അതേ നിലപാടുകൾ അദ്ദേഹം ഇന്നും ആവർത്തിക്കുന്നതാണ് കണ്ടത്. അത് കൈക്കൂലിക്ക് വേണ്ടിയുള്ള തർക്കമായിരുന്നു. എനിക്കറിയില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി പറയുകയാണ്, ഇത് മാത്രമല്ല, കരിമണലിൽ വലിയ ചതി ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് അദ്ദേഹം പുതിയൊരു അറിവ് കേരളത്തിലെ ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും നൽകുകയാണ്. ഇങ്ങനെ കൈവെക്കുന്നിടത്തെല്ലാം അഴിമതി കാണിച്ച് ഈ രാത്രി കക്കാൻ കയറുന്ന കള്ളന്റെ ആ രീതിയിലാണ് ഈ ഖജനാവിൽ കട്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ കോൺഗ്രസ് നടത്തുന്നത്. ജാഗ്രതയോടുകൂടി കേരളം ഉണർന്നിരിക്കേണ്ടുന്ന കാലമാണ് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്നത്. വളരെ ഗൗരവമായിട്ടുള്ള കാലഘട്ടമാണ്. ശരി, എന്തായാലും പ്രതിപക്ഷം ഉണർന്നിരിക്കേണ്ടുന്ന കാലം എന്നതാണ് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.